എല്ലാം ഇളക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് കണ്ടിന്യൂ എടുത്ത് നോക്കാം. കംപ്രസറിലൊക്കെ തണുക്കുന്നതെങ്കിൽ കൂടെ കാണാം. തണുത്ത് ഹായ് ഹലോ എല്ലാ ചങ്കുകൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ ആളാക്കിയാൽ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ലൈക്കും കമന്റും ഷെയറും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അവസരം വരെ കണ്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഓർത്തോ. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുന്നതിന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൻഡോ എസി, നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉള്ള ഒരു വിൻഡോ എസി പണി തന്നാൽ എങ്ങനെ റിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യുന്നുള്ള വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വിൻഡോസിലേക്ക് കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റും. അപ്പോൾ നീട്ടുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ വിൻഡോസ് ടോസിൻ്റെ പുതിയ എ സി ആണ്. ഇത് വർക്കാവില്ലെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ ബോർഡ് ഭാഗമൊക്കെ ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബോർഡൊക്കെ നമ്മൾ ഇവിടെ ഇളക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ടോസിൻ്റെ പുതിയ എ സി ആണ്. ഇത് ഇൻവെർട്ടർ എ സി ആണിത്. അപ്പോൾ നമ്മൾ വന്ന് അതെല്ലാം ഇളക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ തെർമോസ്റ്റാറ്റും അതിൻ്റെ സെൻസർ, കോയിൽ സെൻസറൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി തെർമോസ്റ്റാറ്റ് പോയതാണോ കോയിൽ സെൻസർ പോയതാണോ ഒന്നും നമുക്കറിയത്തില്ല. ചെക്ക് നോക്കി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിൽ എന്താണ് ഇതിൻ്റെ ഫാൾട്ട് എന്നുള്ളത് നമുക്കൊന്ന് മൾട്ടിമീറ്റർ എടുത്ത് വെച്ച് കണ്ടിന്യൂറ്റി ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇവിടെ സെൻസറും അതേ കണക്കിന് തെർമോസ്റ്റാറ്റ് ഇരിക്കണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മൾട്ടിമീറ്റർ എടുക്കണം. മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂറ്റി ഇടണം. ഇപ്പോൾ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതെനിക്ക് ഒരു ബസ് സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ അതിൻ്റെ മെയിൻ കേബിൾ, അതായത് എൻ്റെ സ്വിച്ചിൽ മെയിൻ കേബിളിൽ വരുന്നിടത്ത് നമ്മൾ അതിൻ്റെ ഒരു കാല് കണക്ട് ചെയ്തതിന് ശേഷം മൾട്ടിമീറ്ററിൻ്റെ അതിൻ്റെ ഒരു വയർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്ത് അതിൻ്റെ പോയിൻ്റ് ഇട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂറ്റി ചെയ്തെങ്കിൽ ബസ് സൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അത് കണക്കിന് സെൻസറിലും അത് കണക്കിന് തെർമോസ്റ്റാറ്റിലൊക്കെ ഞാൻ വെച്ച് ചെക്ക് ചെയ്യണം. അതെല്ലായിടത്തും കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റും സെൻസറെല്ലാം ഓക്കെയാണ്. അത് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെർമോസ്റ്റാറ്റിലോട്ട് മെയിൻ കയറുന്ന സ്ഥലത്ത് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പറഞ്ഞ ഒരു വയർ വെച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെല്ലാം ഓരോ വയർ വെച്ച് വയർ വെച്ച് ചെക്ക് ചെയ്താൽ മതി. ഇതിന് മുമ്പേയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. നിങ്ങൾ കയറി വാച്ച് ചെയ്താൽ മതി. പിന്നെ ഇനി നമുക്ക് കംപ്രസറിൻ്റെ കണ്ടിന്യൂറ്റി എടുത്ത് നോക്കാം. കംപ്രസറിൽ സ്റ്റാർട്ടിങ് റണ്ണിങ് കോമൺ 3 വയർ വരും. ഇനി നമുക്ക് ആ കംപ്രസർ എന്ന് പറഞ്ഞാൽ 3 വയറിൽ കണ്ടിന്യൂറ്റി എടുത്ത് നോക്കണം. അതായത് കംപ്രസർ കണ്ടിന്യൂറ്റി കട്ട് ഓഫ് ആയി പോയിട്ടാണോ ഓഫ് ആയി പോയെന്ന് നോക്കണം. അതിന് നമ്മൾ കംപ്രസറിൻ്റെ ഓരോ വയറിൽ ഇതിനൊക്കെ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ ഓരോ വയറിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു കീ സൗണ്ട് കേൾക്കാം, ബസ് സൗണ്ട് കേൾക്കാം. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ 3 വയറിലും മാറ്റി മാറ്റി വെച്ച് നോക്കുമ്പോൾ ആ കറക്റ്റ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇതിനെ കേട്ട് കഴിഞ്ഞാൽ കംപ്രസർ ഓക്കെ എന്നാണ്. അപ്പോൾ നമ്മൾ കംപ്രസർ കട്ടായി പോയിട്ടില്ല. കംപ്രസറിൽ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇനി നമ്മൾ നോക്കാം നമ്മുടെ തെർമോസ്റ്റാറ്റ് അതിനൊക്കെ അതിൻ്റെ സെൻസറെല്ലാം ഓക്കെയാണ്. ഇനി കംപ്രസറിൽ കണ്ടിന്യൂറ്റി ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കാനുള്ള കപ്പാസിറ്ററാണ്. ഇത് 60 UF-ൻ്റെ കപ്പാസിറ്ററാണ്. നമ്മളിപ്പോൾ ഈ കപ്പാസിറ്റർ ഇത് മാറിയതിന് ശേഷം നമ്മൾ പുതിയൊരു കപ്പാസിറ്റർ വയ്ക്കുകയാണ്. ഇത് ഡബിൾ പോർട്ട് കപ്പാസിറ്ററാണ്. നമുക്കിപ്പോൾ ഡബിൾ പോർട്ട് കപ്പാസിറ്റർ നമ്മളെ കൈ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഫാനിൻ്റെ അടക്കം 3 പോർട്ടുള്ള കപ്പാസിറ്ററാണ് വയ്ക്കുന്നത്. 3 കാലുള്ള കപ്പാസിറ്ററാണ് വയ്ക്കുന്നത്. അതിൽ കുഴപ്പമില്ല. കപ്പാസിറ്ററിൽ നിങ്ങൾ നോക്കിയാൽ മതി. കംപ്രസറിൻ്റെ സൈഡിൽ കംപ്രസറിന് എഴുതിയിട്ടുണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ കോമൺ എഴുതിയിട്ടുണ്ട്. കോമൺ ഉള്ള സ്ഥലത്ത് ഫേസ് ലൈനും ബാക്കി ഫാനിൻ്റെ ലൈനും എല്ലാം അതിവിടെ കണക്ട് ചെയ്താൽ മതി. ഇവിടെ കാണാൻ ഇപ്പോൾ 60 UF, അത് ഇപ്പോഴത്തെ 5 UF എന്ന് എഴുതിയിട്ടുണ്ട്. 5 UF ഫാൻ്റെയാണ്. ഫാൻ്റെ നമുക്ക് ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പഴയ കപ്പാസിറ്റർ ഡബിൾ പോർട്ടിൻ്റെ. ഇത് 3 പോർട്ടിൻ്റെ പുതിയ കപ്പാസിറ്ററാണ്. നമ്മൾ പുതിയ കപ്പാസിറ്റർ നമുക്കത് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കപ്പാസിറ്ററിന് എങ്ങനെ വയർ ഇളക്കി എടുത്താൽ നിങ്ങൾ മറക്കണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഇളക്കിയാൽ മതി. ആ മെയിൻ വരണ എല്ലാം അതിൻ്റെ ഒരു പോർട്ടിലും അതിനങ്ങനെ കോമൺ എന്നുള്ള പോർട്ടിലാണ് മെയിൻ വരണ എല്ലാം കൊടുക്കുന്നത്. കംപ്രസറിൽ കൊടുക്കുന്ന ലൈൻ കംപ്രസറിൽ എഴുതിയിട്ടുണ്ട്. അതിൽ അതിൻ്റെ കംപ്രസറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ലൈൻ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് ഇളക്കിയാൽ മതി. അതിനുശേഷം നിങ്ങൾ അതേ കണക്ക് തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ അവിടെ സ്റ്റാർട്ടിൻ്റെ യെല്ലോ ലൈനാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതിൽ കൊടുത്തേക്കണം. അത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതെങ്ങനെ ഷോർട്ട് ഇതിനൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ആംബിയർ മീറ്റർ എടുത്ത് ആംബിയർ നമ്മളിൻ്റെ മെയിൻ കോമൺ ലൈനിൽ നമ്മൾ ആംബിയർ ന്യൂട്രൽ ലൈനിൽ നമ്മൾ ആംബിയർ ഇപ്പോൾ ക്ലാം ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് നമ്മൾ ഇതിനെ ആംബിയറിലോട്ട് കൊടുക്കുകയാണ്. ആംബിയറിൽ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ പവർ ഓണാക്കി കംപ്രസർ ഓണാക്കി നോക്കാൻ പോവുകയാണ്. ഇനി കംപ്രസർ ഓൺ ആവണമെങ്കിൽ നമുക്കറിയണം. അവിടെ സ്വിച്ച് ഓൺ ആക്കുകയാണ്. നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ആ ഓൺ ആക്കിയ സമയത്ത് നമ്മൾ AC ഓൺ ആയിട്ടുണ്ട്. അതായത് AC-യുടെ കപ്പാസിറ്റർ പോയതായിരുന്നു. AC-യുടെ കപ്പാസിറ്റർ ഇപ്പം മാറിയപ്പം AC ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം കോയിലൊക്കെ തണുക്കുന്നതെങ്കിൽ കൂടെ കാണാം. തണുത്തതാ കോയിലൊക്കെ ഈർപ്പം വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അപ്പോൾ അത് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം വരുന്നു. ആ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് എൻ്റെ കമൻറ്റ് കൂടെ ചോദിക്കുന്നതാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ്. കംപ്രസറിൽ ഒരു മൂളിച്ച മാത്രമേ ഉണ്ട്. അങ്ങനത്തെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കപ്പാസിറ്റർ പോലെ മൂളി നിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് നമുക്കിവിടെ കപ്പാസിറ്ററൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തിരിച്ച് അതേ കണക്ക് നിങ്ങൾ ഇളക്കിയെടുത്ത് കണക്ക് തിരിച്ച് നിങ്ങൾ ഇളക്കി എങ്ങനെയാണ് അതേ കണക്ക് തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ ആളാക്കിയിടാനും മറക്കരുത്.
എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് പ്രയോജനപ്പെട്ട വീഡിയോ ആയിരിക്കും ഇത്. ഇതിലൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്തുള്ള വീഡിയോയുള്ള പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.